3-4 വർഷമാകും. ഇദ്ദേഹം ബഹുമാന്യനായ ശ്രീ GS അജിത്ത് അവർ നമ്മൾ കുട്ടിക്കാലത്ത് ഒരേ പ്രായമാണ്, അടിച്ചു പിടിച്ച് വളർന്നവരാണ്. ബഹുമാന്യനായ ഗംഗാധരപിള്ള സാറിൻ്റെയും സൗദാമിനി തങ്കച്ചി ടീച്ചറിൻ്റെയും 3 മക്കളിൽ 2ാമത്തെ ആളാണ്. ഇളയ മകൻ കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ പ്രസിദ്ധനായിട്ടുള്ള GS പ്രദീപാണ്. അശ്വമേധം ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ്. അദ്ദേഹവുമായിട്ടും വളരെ സൗഹൃദമാണ്. അങ്ങനെ അദ്ദേഹമാണ് എന്നെ ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂരിലേക്ക് കൊണ്ടുവരുന്നത്. ഉത്സവത്തിന് ഇവിടെ ശകുനി എന്ന കഥാപ്രസംഗം ആയിരക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാക്കി തന്നത് അദ്ദേഹമാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായി, അതായത് ഇന്ന് ചരിത്രത്തിലില്ലാത്ത ഒരു സംഭവമാണ്, റിട്ടയർ ചെയ്യുമ്പോൾ ഒരു കഥാപ്രസംഗവും അവതരിപ്പിച്ചുകൊണ്ട് ആ റിട്ടയർമെൻറ്റ് ഭംഗിയാക്കുക എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ്റെ കല്യാണ ആവശ്യത്തിന് വേണ്ടി തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അദ്ദേഹം പറഞ്ഞു, ശ്രീകൃഷ്ണന് ഗുരുവായൂരിൽ സ്ഥാനം കൊടുത്തതിന് തൊട്ടു പുറകിലായെങ്കിലും അതിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്തെങ്കിലും ജ്യേഷ്ഠന് ഒരു സ്ഥാനം കൊടുക്കേണ്ടത്, പക്ഷേ അത് നൽകി. അദ്ദേഹത്തിന് വേണ്ടി മറ്റൊരു സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്, നെന്മിനി. അപ്പോൾ സാഹോദര്യം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി കൂടെ പ്രയോജനപ്രദമാകും ഈ കഥ. ശ്രീ ബലരാമൻ എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരുപാട് ബുക്കുകളെല്ലാം വായിച്ചു പഠിച്ച് ഈ കല്യാണ തിരക്കിൽ തന്നെ ആ കഥ പൂർത്തിയാക്കി. അതിൻ്റെ റിഹേഴ്സൽ വെച്ചപ്പോൾ അജിത്ത് സാറും അവിടെ എത്തി. അങ്ങനെ അത് ഭംഗിയായി എല്ലാം ആവിഷ്കരണം നിർവഹിച്ചുകൊണ്ട് റിഹേഴ്സൽ കഴിഞ്ഞ് ഈ ഗുരുവായൂരപ്പൻ വേദിയിൽ, ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുവായൂരപ്പൻ വേദിയിൽ ആ കഥ നിരവധി പേരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതിനുശേഷമാണ്, എന്നിട്ടും അത് പൂർത്തിയായില്ല. സാറ് പറഞ്ഞു, ബലരാമൻ്റെ കഥ ബലരാമ സന്നിധിയിൽ തന്നെ അവതരിപ്പിക്കണം. അങ്ങനെ ഞാൻ അവിടെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടു. അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളുമായി സംസാരിച്ചു. പറഞ്ഞു, സാർ അടുത്ത വർഷം നമുക്ക് ഇവിടെ വേദി ഉണ്ടാക്കാം. അങ്ങനെ അവർ വിളിച്ചു. എന്നെ ഉത്സവത്തോടനുബന്ധിച്ച് ബലരാമൻ അവിടെ അവതരിപ്പിക്കുവാൻ അവസരം ഉണ്ടാക്കി തന്നു. സാറും കഥ കേൾക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എൻ്റെ കഥയ്ക്ക് മുന്നോടിയായി ഞാൻ എഴുതി സംഗീതം നൽകിയ ബലരാമൻ്റെ ഒരു ഗാനം എൻ്റെ മകൾ ആലപിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അവർക്ക് ഇഷ്ടപ്പെട്ടു. ആ പാട്ട് അവർ ഇപ്പോൾ അവിടെ റെക്കോർഡ് ഇടുന്നുണ്ട്. അങ്ങനെ ആ പാട്ട് അവർ സ്വീകരിച്ചു. ആ പാട്ടാണ് നെന്മിനിയിൽ വാണരുളിടും ഭഗവാന് സ്തുതിഗീതം പാടുന്നൊരഗതികൾ ഞങ്ങൾ. ഗതിയരുളുക ഭഗവാന്, തുണയരുളുക ജഗന്നാഥ, കഥനങ്ങളകറ്റുക കരുണാമയ എന്നുള്ളത് തുടങ്ങുന്ന ഗാനമാണ്. അതിപ്പോൾ എല്ലാ ദിവസവും അവിടെ റെക്കോർഡ് ഇടുന്നുണ്ട്. പിന്നെ അതിനുശേഷവും ഇപ്പോൾ ഗുരുവായൂരിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്, രാമായണത്തിലെയോ മഹാഭാരതത്തിലെയോ സ്ത്രീ കഥാപാത്രങ്ങളെ എടുത്ത് കഥാപ്രസംഗമാക്കിയ എന്ന് മാത്രമല്ല, പുരാണ കഥകൾ ഏതായാലും ഗുരുവായൂരിൽ അവസരം തരാം, നേരത്തെ ആപ്ലിക്കേഷൻ അയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കാര്യം അദ്ദേഹം സംസാരിച്ച് വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഓർക്കാതിരിക്കാൻ പറ്റില്ല എൻ്റെ മാതാപിതാക്കളെ. അതിൽ എൻ്റെ അച്ഛൻ്റെ പേര് ശിവദാസൻ എന്നാണ്. ഈ അന്ന് തടവും മറ്റു റോഡും ഒന്നുമില്ല. ഹാർമോണിയം തലയിൽ ചുമന്ന് വീട്ടിൽ, അതായത് കിലോമീറ്ററുകളോളം ചുമന്ന് കൊണ്ട് വെച്ചാണ് റിഹേഴ്സൽ ചെയ്തത്. അവസാന നിമിഷം വരെയും നീ വലിയ ഗാഥികനാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം യാത്രയായത്. അമ്മയും അതേപോലെ തന്നെ. എനിക്ക് എൻ്റെ 2 മക്കളാണ്, 2 പേരും കലാകാരന്മാരാണ്. 4 വർഷം മ്യൂസിക് എല്ലാം പഠിച്ച് BSc BA ലിറ്ററേച്ചർ HDC എല്ലാം പാസ്സായ എൻ്റെ മകൾ കല്യാണം കഴിച്ചു. ഇപ്പോൾ 12 വയസ്സുള്ള കൊച്ചുമകനുണ്ട്. മോൻ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് 1 വർഷമായി. അവനും നന്നായി പാട്ട് പാടുകയും എൻ്റെ കൂടെ 8 വർഷം
ഈ കഥാപ്രസംഗത്തിന് സഹകരിച്ച മകൻ. ഇവള് ഭയങ്കര ആസ്വാദകയാണ്. പേര് സുഷമ്മ എന്നാണ്. നമ്മളെ പ്രേമ വിവാഹമാണ്. 4 വർഷത്തെ നീണ്ട പ്രേമം, 3 ചാക്ക് പ്രേമക്കത്ത്. അങ്ങനെ രൂപപ്പെട്ടതാണ്. 34 വർഷങ്ങൾ പിന്നിടുന്നു എൻ്റെ കുടുംബജീവിതം. പ്രിയപ്പെട്ടവരെ ചുരുക്കുന്നു. എനിക്ക് നൽകിയ സ്നേഹോഷ്മമായ ഈ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ 1-2 പാട്ടുകൾ പാടാം. ജീവകാരുണ്യത്തിൻ്റെ പന്താവ് തുറന്നിട്ട് സേവന സന്നദ്ധരായവരെ, ജീവകാരുണ്യത്തിൻ്റെ പന്താവ് തുറന്നിട്ട് സേവന സന്നദ്ധരായവരെ, ഓരോ മനസ്സിലും സ്നേഹം വിതയ്ക്കുന്ന സൗഹൃദമാനസരേ, സൗഹൃദമാനസരേ, സാന്ത്വന സ്പർശനമേകി മനുജരേ, സന്തതം ചാരത്തു ചേർക്കുന്നു നിങ്ങൾ, സാന്ത്വന സ്പർശനമേകി മനുജനേ, സന്തതം ചാരത്തു ചേർക്കുന്നു നിങ്ങൾ, ആശംസാ പുഷ്പങ്ങളേകുന്നു ഞാനിന്ന്, അഭിനന്ദനത്തിൻ്റെ പൂപ്പുകൈകൾ, അഭിനന്ദനത്തിൻ്റെ